ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. അവയവദാനം പ്രോത്സാഹിപ്പിക്കുവാൻ ജനങ്ങൾക്കിടയിൽ കൂടുതൽ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ ILBSന്റെ 9ാമത് ബിരുദദാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. അവയവദാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് അവബോധമുള്ള സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് ശ്രീമതി മുർമു അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ 10 വർഷത്തിൽ വിവിധ ക്ഷേമ പദ്ധതികളിലൂടെ ഗുണഭോക്താക്കളുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം ധൈര്യവും സംതൃപ്തിയും നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വികസിത് ഭാരത് സങ്കല്പ് യാത്ര ആരംഭിച്ചതിനു ശേഷം ഉജ്ജ്വല ഗ്യാസ് കണക്ഷനായി 4.5 ലക്ഷം പുതിയ അപേക്ഷകൾ ലഭിച്ചതായും 1 കോടിയിലധികം ആയുഷ്മാൻ കാർഡുകൾ വിതരണം ചെയ്തതായും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യവികസനത്തിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്രയെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി തിരുവനന്തപുരം വെഞ്ഞാറമൂട് സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്തോ പസഫിക് മേഖല, യുക്രൈൻ, ഇസ്രായേൽ ഗാസ സംഘർഷം തുടങ്ങി നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തു. ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ അടുത്തിടെയുണ്ടായ ഭീകരാക്രമണം കണക്കിലെടുത്ത് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രജൌരി പൂഞ്ച് സെക്ടറിലെ സന്ദർശനത്തിനിടെ സൈനികരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. കൊപ്രയുടെ പുതുക്കിയ താങ്ങുവിലയ്ക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. 2024 സീസണിൽ മില്ലിംഗ് കൊപ്രയ്ക്ക് 300 രൂപയും ഉണ്ടക്കൊപ്രയ്ക്ക് കിൻഡലിന് 250 രൂപയും വർദ്ധിക്കും. മില്ലിംഗ് കൊപ്രയ്ക്ക് കിൻഡലിന് 5250 രൂപയായിരുന്നത് ഇനി 11,160 രൂപയാകും. ഉണ്ടക്കൊപ്രയ്ക്ക് കിൻഡലിന് 5500 രൂപയായിരുന്നത് 12,000 രൂപയായി വർദ്ധിക്കും. ചീഫ് സെക്രട്ടറിമാരുടെ 3ാമത് ദേശീയ സമ്മേളനം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. സമ്മേളനത്തിൽ നാളെയും മറ്റന്നാളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഭരണ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് 3 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഈസ് ഓഫ് ലിവിംഗ് എന്നതാണ് സമ്മേളനത്തിന്റെ പ്രമേയം. നഷ്ടത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലേക്ക് എത്തിക്കാനും മൊത്തം ലാഭം 148 കോടിയായി ഉയർത്താനും കേരള സർക്കാരിന് കഴിഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡിന്റെയും പുതിയ ഓഫീസ് മന്ദിരത്തിന്റെയും ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ നിർമ്മിച്ച ബാർജുകളുടെ പ്രവർത്തന ഉദ്ഘാടനം ജനുവരി 1 മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചി ബോൾഗാട്ടയിൽ നിർവഹിക്കും. ചടങ്ങിന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിക്കും. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ മെഡിക്കൽ ജനറ്റിക്സ് വിഭാഗം ആരംഭിക്കാൻ തീരുമാനിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു ആശുപത്രിയിൽ ജനറ്റിക്സ് വിഭാഗം രൂപീകരിക്കുന്നത്. അപൂർവ ജനിതക രോഗ പ്രതിരോധത്തിലും ചികിത്സയിലും ഗവേഷണത്തിലും നിർണായക ചുവടുവയ്പ്പാണിത്. എറണാകുളം ജില്ലയിലെ 4 മണ്ഡലങ്ങളിൽ മാറ്റിവെച്ച നവകേരള സദസ്സിന്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ മന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിലയിരുത്തി. ജനുവരി 1-2 തീയതികളിലാണ് ഇവിടെ നവകേരള സദസ് നടക്കുക. സാമൂഹിക നിയമ അവബോധ പരിപാടിയായ മാറ്റുലിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ മന്ത്രി പി രാജീവ് നിർവഹിക്കും. നിയമവകുപ്പിന്റെ ഔദ്യോഗിക ഭാഷാ പ്രസിദ്ധീകരണ സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം വയലോപ്പള്ളി സംസ്കൃതി ഭവനിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് പുതുവത്സര സമ്മാനമായി 5000 രൂപ വീതം ബാങ്ക് അക്കൌണ്ടുകളിൽ എത്തിച്ചതായി സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. 731 പേർക്ക് 36.55 ലക്ഷം രൂപയാണ് പ്രൊഫഷൻസി അവാർഡായി അനുവദിച്ചത്. ശബരിമലയിൽ 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് പരിസമാപ്തി. ഉച്ചയ്ക്ക് മണ്ഡലപൂജ നടന്നു. രാത്രി 11 മണിക്ക് ക്ഷേത്ര നട അടയ്ക്കും. മകരവിളക്ക് ഉത്സവത്തിനായി ഈ മാസം 30 വൈകിട്ട് വീണ്ടും നട തുറക്കും. ജനുവരി 15 മകരവിളക്ക്. അന്ന് വെളുപ്പിനെ 2:46 മകരസംക്രമ പൂജ നടക്കും. സപ്ലൈകോ വിൽപ്പനശാലകളിലെ 13 സബ്സിഡി സാധനങ്ങളുടെ വില പരിഷ്കരിക്കുന്നതിനായി നിയമിച്ച 3 അംഗ വിദഗ്ധ സമിതി മന്ത്രി GR അനിലിന് റിപ്പോർട്ട് നൽകി. റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി ചർച്ചകൾ നടത്തിയ ശേഷം തീരുമാനിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഫ്രീഡം ട്രോഫി ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 1ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 245 റൺസിന് പുറത്തായി. കളിയുടെ 2ാം ദിനമായ ഇന്ന് 8 വിക്കറ്റിന് 208 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ ബാറ്റിംഗ് പുനരാരംഭിച്ചത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്ക ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 5 വിക്കറ്റിന് 249 റൺസ് എന്ന നിലയിലാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.